ഈ നാടകം ഈ വേദിയിൽ അവതരിപ്പിച്ച് കാണണം എന്നുള്ളത് കാവാലം സാറിൻ്റെ വളരെ വലിയൊരു ആഗ്രഹമായിരുന്നു. മഞ്ജു വാര്യറിനെ നാടക ലോകത്തേക്ക് ക്ഷണിക്കുക എന്നുള്ള ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ്. കേരളം കാവാലം നാരായണ സാർ അപ്പുറത്തൊരു നാടകാചാര്യനെ കണ്ടെത്തിയിട്ടില്ല. ശകുന്തളയെ ഓർമ്മിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ മഞ്ജുവിൻ്റെ മുഖമേ വരും. സത്യമാണ്. അപ്പൂപ്പൻ നമ്മളെ വിട്ടിട്ട് ഇപ്പോൾ 23ാമത്തെ ദിവസമാണെന്ന്. ഞാനും മോഹൻലാലും ചേർന്ന് അവതരിപ്പിച്ച ഛായാമുഖി ശകുന്തളയെ അവതരിപ്പിക്കാൻ മഞ്ജുവിനെ കടന്നു നിൽക്കുന്ന ഒരു അഭിനേത്രി ഇല്ല. ഇത്രയും നേരം എനിക്കും സോപാനത്തിലെ കലാകാരന്മാർക്കും ഒരു അനുഗ്രഹ സാന്നിധ്യമായി ഇവിടെ ഇരുന്ന് നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ മനസ്സ് നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. എനിക്ക് പ്രിയപ്പെട്ട ഒരുപാട് മുഖങ്ങൾ ഇവിടെ കാണാം. ഒരുപാട് സന്തോഷമുണ്ട്. മനസ്സിലെ വികാരങ്ങൾ പറഞ്ഞറിയിക്കാൻ ഈ അവസരത്തിൽ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ഇവിടെ വീണ ഓരോ വിയർപ്പ് തുള്ളിയും ഒരു വലിയ മനുഷ്യൻ്റെ സ്വപ്നമാണ്. കാവാലം നാരായണ പണിക്കർ എന്ന മഹാനായ അതുല്യ കലാകാരൻ്റെ സ്വപ്നം. ശകുന്തളയായി ഞാൻ ഇവിടെ വേഷമിട്ട് നിൽക്കുമ്പോൾ എനിക്ക് ആ വാത്സല്യം നിറഞ്ഞ മുഖം എനിക്ക് കാണാം. പുതിയ രംഗത്തേക്കുള്ളൊരു ചുവടുവയ്പ്പിന് നിമിത്തമായ ആ വലിയ കലാകാരൻ്റെ ഒരു അദൃശ്യ സാന്നിധ്യം, ആ ഒരു അനുഗ്രഹം ഓരോ നിമിഷവും ഞാൻ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ നാടകം ഈ വേദിയിൽ അവതരിപ്പിച്ച് കാണണം എന്നുള്ളത് കാവാലം സാറിൻ്റെ വളരെ വലിയൊരു ആഗ്രഹമായിരുന്നു. അത് സഫലീകരിക്കാൻ എന്നോടൊപ്പം നിന്ന കാവാലം കുടുംബത്തിലെ ഓരോ അംഗങ്ങളോടും, അമ്മയോടും, കല്യാണി, നാണി, ശ്രീകുമാർ ചേട്ടൻ, ലക്ഷ്മി ചേച്ചി, മായ ചേച്ചി, അതുപോലെ എല്ലാവരോടും ഇതിനോടൊപ്പം ഒരു ശക്തിയായി എൻ്റെ കൂടെ നിന്നതിന് ഞാൻ മനസ്സറിഞ്ഞ് ഞാൻ വന്ദിക്കുകയാണ്. ഇവിടെ പറയേണ്ട ഒരു കാര്യം, അപ്പൂപ്പൻ നമ്മളെ വിട്ടിട്ട് ഇപ്പോൾ 23ാമത്തെ ദിവസമാണെന്ന്. അപ്പൂപ്പൻ്റെ സാന്നിധ്യമുണ്ട് നമ്മുടെ കൂടെ. സോപാനത്തിലെ എല്ലാവരുടെയും കൂടെ, നമ്മുടെ ഫാമിലിയുടെ കൂടെ, എല്ലാവരുടെയും കൂടെ ഉണ്ട് അപ്പൂപ്പൻ. 23 ദിവസം ആയിട്ട് ഇത്ര ചുരുങ്ങിയ സമയത്ത് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ അരങ്ങേറാനുള്ള മുഖ്യ കാരണം സോപാനത്തിൻ്റെ എല്ലാവരുടെയും ബാക്ക് ബോൺ എന്ന് പറയാൻ പറ്റുന്ന അമ്മുമ്മയാണ്. അമ്മുമ്മയുടെ സ്ട്രെങ്ത് കാരണമാണ് ഇത്രയും ചുരുങ്ങിയ സമയത്തിൽ അപ്പൂപ്പൻ്റെ ആഗ്രഹമാണ്. കാരണം എപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കണം, അത് മാത്രമായിരുന്നു അപ്പൂപ്പന്. ജോലി നടന്നുകൊണ്ടിരിക്കണം, നാടകമായാലും കവിതയായാലും എല്ലാം നടക്കണം. ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരും അപ്പൂപ്പനുമായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ, എന്താ പറയുക, ഇൻസ്പിറേഷൻ ആയ ഒരാളാണ് അപ്പൂപ്പൻ. ഇവിടെ കൂടിയിരിക്കുന്നവർ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ. ഇവിടെ മഞ്ജു വാര്യർ എന്ന മലയാളികളുടെ പ്രിയങ്കരിയായ നടി, നടനത്തിലെ അദ്ഭുത പ്രതിഭയാണ്. മഞ്ജു ചേച്ചിയുടെ അച്ഛനും അമ്മയും ഇവിടെയുണ്ട്. ഒന്ന് സ്റ്റേജിലേക്ക് വരണം. അവിടെ നിന്ന് ശകുന്തളയെ ഓർമ്മിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ മഞ്ജുവിൻ്റെ മുഖമേ വരും. സത്യമാണ്. മഞ്ജു എന്നും വിസ്മയിപ്പിച്ചിട്ടേ ഉള്ളൂ. അതിന് ഏറ്റവും വലിയ വിസ്മയമാണ് ഇന്ന് നമ്മളോട് കണ്ടത്. എനിക്ക് പറയാനുള്ളത് സത്യം പറഞ്ഞതുകൊണ്ട് ഞാൻ കൂടുതൽ പറയാം. എനിവേ, AR മുതൽ കാവാലം സാറ് ഒരു ഗുരുസ്ഥാനത്ത് അദ്ദേഹത്തിനെ തീർച്ചയായും മുന്നിൽ കണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ ഇവിടെ അവതരിപ്പിച്ച മഞ്ജുവിനും ആ കുടുംബത്തിനും എന്നും ഒരുപാട് നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നാടക പ്രവർത്തകനായ, നാടകാസ്വാദകനായ, നാടകത്തെ സ്നേഹിക്കുന്ന ഒരാളെന്ന നിലയിൽ മഞ്ജു വാര്യറിനെ നാടക ലോകത്തേക്ക് ക്ഷണിക്കുക എന്നുള്ള ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ് ഞാൻ നിർവഹിക്കുന്നത്.
ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആദ്യത്തെ നാടകം തന്നെ ഏറ്റവും അതുല്യ കലാകാരനായ കാവാലൻ സാറിന്റെ ശിക്ഷണത്തിൽ അവതരിപ്പിക്കാൻ, നായികയായി അവതരിപ്പിക്കാൻ കഴിഞ്ഞത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, നമ്മുടെ കയ്യിൽ കുറച്ച് കാശൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു സിനിമ എടുക്കാം, അതിനുവേണ്ടി ഒരുപാട് ടെക്നീഷ്യൻസ് റെഡിയായിട്ടുണ്ട്. എന്നാൽ ഒരു നാടകം, നല്ലൊരു നാടകം രംഗത്ത് അവതരിപ്പിക്കുക എന്ന് പറയുന്നത് അത് സംഭവിക്കുക മാത്രമാണ്. അത് നേരിട്ട് അറിവുള്ള ഒരു അനുഭവമുള്ള ഒരാളെന്ന നിലയിലാണ് ഞാൻ പറയുന്നത്. ഞാനും മോഹൻലാലും ചേർന്ന് അവതരിപ്പിച്ച ഛായാമുഖി എന്ന നാടകം കോഴിക്കോട് ഞങ്ങൾ അവതരിപ്പിച്ചപ്പോൾ നാടകത്തെ ഇതേപോലെ ഒരുപാട് ശ്രദ്ധിക്കുന്ന ദാമോദരൻ മാസ്റ്റർ സ്റ്റേജിൽ വന്ന് പറഞ്ഞു, നാടകത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്കൊരു ആശങ്കയുണ്ടായിരുന്നു. ഇത് വളരെ ശക്തമായി മുന്നോട്ട് പോകേണ്ട ഒരു മാധ്യമമാണ്. എന്തെങ്കിലും ഒരു അപജയം അല്ലെങ്കിൽ ഒരു സ്ലോയിങ് ഡൗൺ വന്നോ എന്നൊരു സംശയമുണ്ട്. പക്ഷേ ഈ നാടകം കണ്ട് നിങ്ങൾ രണ്ടുപേരും സിനിമയിൽ നിന്നും ഇത്ര സജീവമായി ഇതിനകത്ത് വന്നതിൽ സന്തോഷമുണ്ട്. കാരണം നാടകം ഇനി പൊയ്ക്കോളൂ, നിങ്ങൾ കൂടെ ഉണ്ടാവണം. എന്നാൽ എൻ്റെ സഹപ്രവർത്തകയായ സിനിമയിലെ മഞ്ജു വാര്യരെ ഞങ്ങളോടൊപ്പം ക്ഷണിക്കുന്നു. ശക്തമായി നാടകത്തിൽ നിൽക്കുക, നല്ല നാടകങ്ങൾ ഉണ്ടാകട്ടെ. മഞ്ജു അബ്രപാളിയിൽ നമ്മൾ ഒരുപാട് വിസ്മയിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ അരങ്ങിലും അതുപോലെ വിസ്മയിപ്പിച്ചു. അരങ്ങിൽ നേരത്തെ നർത്തകി എന്നുള്ള രീതിയിൽ ഒരുപാട് വിസ്മയിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നർത്തനവും അഭിനയവും പാട്ടും മനോഹരമായിട്ട് മഞ്ജു പാടുകയും, അങ്ങനെ സത്യത്തിൽ നമുക്ക് എനിക്കൊന്നും പറയാനില്ല. കാരണം ഞങ്ങളൊക്കെ സിനിമ, മഞ്ജുവിനെ വെച്ച് സിനിമ എടുത്ത് ക്യാമറ പറയിൽ നിന്ന് മഞ്ജുവിൻ്റെ ഓരോ ഭാവചലനങ്ങളും അത്ഭുതത്തോടെ നോക്കിക്കണ്ട ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും അരങ്ങിൽ അത് കാണുകയാണ്. ഒരുപാട് സന്തോഷം മഞ്ജു. അതുപോലെ കാവാലൻ സാറിനെ ആദരപൂർവ്വം കൊടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും സോപാനത്തിൻ്റെ എല്ലാ കലാകാരന്മാർക്കും വളരെ മനോഹരമായി ഈ വേദിയിൽ നാടകം അവതരിപ്പിച്ച എല്ലാവർക്കും നന്ദി, സ്നേഹം അറിയിച്ചു. ഭൂമിയെയും സ്വർഗത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു അനവധി സുന്ദരമായ സ്വർണ്ണശലാക എന്നാണ് വിശ്വസാഹിത്യകാരനായ ഗെയ്തെ ഈ നാടകത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, സാഹുമതത്തെക്കുറിച്ച്. അങ്ങനെയുള്ള നാടകം ഇന്ത്യ ഇതിനപ്പുറത്ത് ഒരു നാടകം കണ്ടെത്തിയിട്ടില്ല. കാളിദാസിനപ്പുറത്ത് ഇന്ത്യ ഒരു നാടകകൃത്തിനെ, കവിയെ കണ്ടെത്തിയിട്ടില്ല. അതേപോലെ കേരളം കാവാലൻ നാരായണ സാറിനപ്പുറത്തൊരു നാടകാചാര്യനെ കണ്ടെത്തിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു നാടകമാണ് അവതരിപ്പിച്ചത്. ആ നാടകം അവതരിപ്പിക്കുമ്പോൾ അതിലെ മുഖ്യ കഥാപാത്രമായ മഞ്ജു, ശകുന്തളയെ അവതരിപ്പിക്കാൻ മഞ്ജുവിനെ കടന്നു നിൽക്കുന്ന ഒരു അഭിനേത്രിയില്ല. ഒരു അനവധ്യ സുന്ദരമായ അഭിനയത്തിൻ്റെ അലൗകികമായ മേഖലയിലേക്ക്, അനുഭൂതി മണ്ഡലങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ കൂട്ടിക്കൊണ്ടുപോയ കാവാലൻ സാറിന്, സോമാനത്തിൻ്റെ പ്രവർത്തകർക്ക്, മഞ്ജു വാര്യർ ക്രിയേഷൻസിന്, മഞ്ജു വാര്യർക്ക്, മറ്റ് കലാകാരന്മാർക്കെല്ലാം ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. ഇന്ന് ഇവിടെ ആതിഥേയത്വം വഹിച്ച് കൂടെ നിന്ന് സ്വരലയ്ക്കും ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇത് സംഭവിക്കാൻ കാരണമായ ഓരോരുത്തരും, എൻ്റെ അച്ഛനും അമ്മയും സനലേനും, അതേപോലെ എൻ്റെ ഒപ്പം നിന്ന എൻ്റെ ഒരു സംഘമായി, ഒരു സൈന്യമായി എൻ്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നില്ല. എല്ലാവർക്കും ചേർന്ന് ഞാൻ എൻ്റെ മുഴുവൻ ആത്മാർത്ഥതയോടും കൂടി ഞാൻ നന്ദി പറയുകയാണ്.